ഫാഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ സിനിമാക്കാർക്ക് പൊതുവേ, പ്രത്യേകിച്ച് സിനിമയിലെ നായക നടന്മാർക്ക് പൊതുവേ അത്ര നല്ല സമയമല്ല. കാര്യം ഈ കുറച്ച് നാളിന് മുമ്പ് പുലിമുരുകൻ 100 കോടി കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ, പിന്നീട് മാമാങ്കത്തിൻ്റെ 135 കോടിയുടെ പോസ്റ്ററിനെ സംബന്ധിച്ച് അതിൻ്റെ നിർമ്മാതാവ് കൂടിയായിട്ടുള്ള വേണു കുന്നപ്പള്ളിയുടെ തുറന്നു പറച്ചിൽ, ഇതാ ഇപ്പോൾ വീണ്ടും ഉണ്ണിമൂന്തൻ, അടുത്ത ഉണ്ണിമൂന്തൻ്റെ സിനിമയാണ്. അതായത് കഴിഞ്ഞ 100 കോടി ക്ലബിൽ കയറിയിട്ടുള്ള സിനിമകളുടെ ലിസ്റ്റിൽ ഉണ്ണിമൂന്തൻ്റെ മാളികപ്പുറം എന്ന് പറയുന്നൊരു സിനിമയും കൂടി ഉണ്ട് എന്ന് പല ആൾക്കാരും അവകാശപ്പെടുന്നുണ്ട്. ഉണ്ണിമൂന്തൻ്റെ കടുത്ത ആരാധകർ അല്ലെങ്കിൽ ഉണ്ണിമൂന്തനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ 100 കോടി ക്ലബിൽ ഉണ്ണിമൂന്തൻ്റെ സിനിമ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾ ഗൂഗിളിലൊക്കെ ഒരു സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടൊരു ഗ്രോസ് കളക്ഷനായിട്ട് കാണുന്നത്, വേൾഡ് വൈഡ് കളക്ഷനായിട്ട് കാണുന്നതിൻ്റെ 55 കോടിയോ മറ്റോ കണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ആരും കാര്യമാക്കുന്നില്ല. എല്ലാവരും 100 കോടി ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ പക്ഷേ വേണു കുന്നപ്പള്ളി തുറന്നു പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിന് മാളികപ്പുറം എന്ന് പറയുന്ന ഉണ്ണിമൂന്തൻ്റെ സിനിമ 100 കോടി ഇല്ല. അതായത് അത് ആകെ കളക്ട് ചെയ്തതെന്ന് പറയുന്നു കഴിഞ്ഞാൽ, അതായത് അദ്ദേഹം പറയുന്ന കണക്ക് ബിസിനസ് കളക്ഷൻ, അതായത് OTT, സാറ്റലൈറ്റ്, ഇതെല്ലാം കൂടെ കൂട്ടി അത് പരമാവധി കളക്ട് ചെയ്തിരിക്കുന്നത് 75 കോടി രൂപയാണ്. അതായത് ഈ സാറ്റലൈറ്റും OTTയും മറ്റ് ബിസിനസ്സിൻ്റെ മറ്റ് കളക്ഷൻ എല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേക്ക് ആകെ 75 കോടിയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു 50 കോടി അല്ലെങ്കിൽ 55 കോടി എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. ആ സിനിമയാണ് 100 കോടി ക്ലബിൽ കയറി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ 2018 എന്ന് പറയുന്ന സിനിമയുടെ 200 കോടി പോസ്റ്റർ എന്ന് പറയുന്നത് കറക്റ്റാണ്. കാര്യം തിയേറ്ററിൽ നിന്ന് തന്നെയാണ് 170 കോടി കളക്ട് ചെയ്തെന്നും ബാക്കിയുള്ളത് ബിസിനസ് കളക്ഷനോടെ ചേർത്തിട്ടാണ് ആ 200 കോടി കാണിച്ചിരിക്കുന്നതെന്നും ഒക്കെ അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട്. ഉണ്ണിമൂന്തൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമയിൽ എന്തായാലും അത്ര നല്ല സമയമല്ലെന്ന് തോന്നുന്നു. കാര്യം ഉണ്ണിമൂന്തന് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ വലിയ രീതിയിലുള്ള ഒരു സ്റ്റാർ വാല്യൂ നേടിക്കൊടുത്തെന്ന് പലരും പറയുന്നുണ്ട്. അതായത് ഉണ്ണിമൂന്തന് ഒരു സൂപ്പർ സ്റ്റാർ പദവിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പലരും ആഞ്ഞ് ശ്രമിക്കുന്നത് കണ്ട് ഇപ്പോൾ മാർക്കോ സിനിമയുടെ പല പോസ്റ്ററിനകത്തും സൂപ്പർ സ്റ്റാർ ഉണ്ണിമൂന്തൻ എന്നൊക്കെ പറഞ്ഞ് അടിച്ചിറക്കുന്നുണ്ട്. പിന്നീട് ഗെറ്റ് സെറ്റ് ബേബി പോലുള്ള ഉണ്ണിമൂന്തൻ്റെ മാർക്കോയ്ക്ക് ശേഷം വന്ന സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ലാലേട്ടൻ്റെ ആശീർവാദ് ഏറ്റെടുക്കുന്നു. അതുപോലെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ തന്നെ പെൻ സിനിമാസോ അങ്ങനെ വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഏതാണ്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം മാർക്കോയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിവാദങ്ങൾ വരുന്നത്. അതായത് ഈ ഒരു വയസ്സോ മറ്റോ ഉള്ളൊരു കുട്ടി എങ്ങാണ്ടോ ഇതിൻ്റെ ട്രെയിലറോ ടീസറോ മറ്റോ കാണുന്ന എങ്ങാണ്ടോ ഒരു വീഡിയോ ഷെയർ ചെയ്തെന്നും പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങൾ. പിന്നെ മാർക്കോ എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടാക്കി വെക്കുന്ന ചില കുഴപ്പങ്ങളെ കുറിച്ചിട്ടുള്ള ചില വിവാദങ്ങൾ. ഇപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി ഇത്തരത്തിലുള്ള സിനിമകൾ എടുക്കത്തില്ല, സിനിമയായിട്ട് പ്രേക്ഷകൻ കാണുമെന്ന് കരുതിയാണ് മാർക്കോ എന്ന് പറയുന്നൊരു സിനിമ എടുത്തത്. അല്ലെങ്കിൽ ഇതുപോലെ വയലൻസ് നിറഞ്ഞ സിനിമ ഇനി ഉണ്ടായില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്ന്. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്ന മാർക്കോയുടെ 2-3 ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. ഈ മാർക്കോയിൽ കണ്ടിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ കുറേ കൂടെ ഇതായിട്ട് മാധ്യമങ്ങൾ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും എൻ്റെ നിർമ്മാതാവ് തന്നെ ഇപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് അത്തരത്തിലുള്ള വയലൻസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാര്യം എനിക്ക് തോന്നുന്നു ഉണ്ണിമൂന്തൻ ആകെ ഇച്ചിരി നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നത് ഇപ്പോൾ മാർക്കോയിൽ ചെയ്തിരിക്കുന്ന കണക്കത്തെ ചില റോളുകളാണ്. ഇപ്പോൾ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ ഒരു ഉണ്ണിമൂന്തൻ്റെ സിനിമയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിനകത്ത് ആ കുട്ടികളുടെ, പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ റോളാണ് അതിനകത്ത് ഏറ്റവും ഗംഭീരം. അവരാണ് അത് ഏറ്റവും ഭംഗിയായിട്ട് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ഉണ്ണിമൂന്തൻ ആകെ അദ്ദേഹത്തിന് പറ്റുന്നതെന്ന് വെച്ചാൽ മാർക്കോ പോലുള്ള കഥാപാത്രങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളും അല്ലെങ്കിൽ ഇനി ഉണ്ടായില്ല, അല്ലെങ്കിൽ ഇത്രയും വയലൻസ് നിറഞ്ഞ സിനിമ ഉണ്ടാവില്ല എന്ന് പറയുമ്പം ഉണ്ണിമൂന്തന് ഈ പറഞ്ഞ കണക്ക് ആരൊക്കെയോ ചേർന്ന് ചാർത്തി കൊടുക്കാൻ ശ്രമിച്ച സൂപ്പർ സ്റ്റാർ പട്ടത്തിൻ്റെ അവസ്ഥ എന്താകുമോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. ഇനി അത്തരത്തിലുള്ളൊരു സൂപ്പർ സ്റ്റാർ ഇത് എഴുതി കാണിക്കാൻ പോലും പറ്റുമോ പോസ്റ്ററിൽ നിന്നുള്ളത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ഏതായാലും ഓരോ ദിവസങ്ങളിൽ ഓരോരോ നിർമ്മാതാക്കളായിട്ട് മുന്നോട്ട് വന്ന്, അല്ലെങ്കിൽ നിർമ്മാതാക്കളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ വന്ന് ഓരോ സിനിമയുടെ യഥാർത്ഥ കളക്ഷനെക്കുറിച്ച് പറയുക. ഇനിയപ്പോൾ എത്രയൊക്കെ സിനിമയുടെ കളക്ഷനെക്കുറിച്ചുള്ളത് കേൾക്കാൻ കിടക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ കേട്ടറിയാം അല്ലെങ്കിൽ കണ്ടറിയാം എന്ന് പറയുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുള്ള സിനിമാ നിർമ്മാതാക്കളുടെയും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു.